ഹായ്, അസ്സലാമലൈക്കും. ഹവാസ് ഫാമിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി നല്ലൊരു പഞ്ഞി പോലത്തെ സോഫ്റ്റായ ഇടിയപ്പമാണ്. തട്ടിലൊന്നും ഒട്ടിപ്പിടിക്കാതെ പെട്ടെന്ന് തന്നെ തട്ടിൽ നിന്ന് കടന്ന് വീഴുന്ന രീതിയിലുള്ള നല്ല ഒരു സോഫ്റ്റ് ഇടിയപ്പമാണ്. അച്ചിയിലൊന്നും ഒട്ടിപ്പിടിക്കില്ല. പിന്നെ നമ്മൾ പീച്ചുമ്പോൾ നല്ല മുറുക്കമൊന്നും ഉണ്ടാവില്ല. മിക്കവരും പറയാറുണ്ട് പീച്ചാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന്. ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. പെട്ടെന്ന് തന്നെ നല്ല സുഖത്തിന് പീച്ചൊക്കെ എടുക്കാൻ പറ്റും. നല്ല സോഫ്റ്റായ നല്ലൊരു ഇടിയപ്പമാണ്. ഈ ഇടിയപ്പത്തിന് കറിയൊന്നും ഇല്ലെങ്കിലും വെറുതെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ചായയുടെ ഒപ്പം കഴിക്കാനും നല്ല ടേസ്റ്റാണ്. എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഞാൻ 2 കപ്പ് അരിപ്പൊടിയാണ് എടുത്തേക്കുന്നത്. വറുത്ത് പൊടിച്ച അരിപ്പൊടിയാണ്. അതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളത്തിന് അളവൊന്നുമില്ല. കുറച്ച് വെള്ളം തിളക്കാനായിട്ട് ഉപ്പിട്ട് വെച്ചിട്ടുണ്ട്. ഉപ്പ് പൊടിയിൽ വേണമെങ്കിൽ ഉപ്പിടാം. ആ വെള്ളത്തിലാണ് ഉപ്പിട്ടേക്കുന്നത്. നല്ല തിളച്ച വെള്ളം വേണം ഈ പൊടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. കുറച്ച് ഒഴിക്കണം. എല്ലാം കൂടെ ഒരുമിച്ച് ഒഴിക്കരുത്, അപ്പോൾ വെള്ളം കൂടിപ്പോകും. ആദ്യം കുറച്ച് ഒഴിച്ചിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നോക്കണം. പോരെങ്കിൽ പിന്നെ കുറച്ചും കൂടെ ഒഴിക്കണം. അങ്ങനെയാണ് ഒഴിക്കേണ്ടത്. എനിക്ക് വെള്ളം പോരായിരുന്നു. അപ്പോൾ കുറച്ചും കൂടെ ഒഴിച്ച് അത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ആ ചൂട് പോകരുത്. വെള്ളത്തിൻ്റെ ചൂടോടുകൂടി തന്നെ ഒഴിച്ചു കൊടുക്കണം. തിളച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം. വെറുതെ ഒന്ന് ചൂടായാൽ മാത്രം പോരാ, നല്ലോണം വെട്ടിത്തിളക്കണം. വെട്ടിത്തിളച്ചതിന് ശേഷം വേണം ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാനായിട്ട്. ആ പൊടിയൊന്ന് ഇങ്ങനെ തൊട്ട് നോക്കണം. കയ്യിലൊന്നും എടുത്തിട്ട് ഇങ്ങനെ പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് വയ്ക്കുക. അതിങ്ങനെ ഉരുണ്ടതായി വന്നിട്ടുണ്ടെങ്കിൽ അത് പാകമാണ്. അല്ലെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് വെക്കണം. പൊടിയൊന്നും നനയാതിരിക്കരുത്. എല്ലാ ഭാഗത്തും ഒരുപോലെ എല്ലാ പൊടികളും നനഞ്ഞ് തന്നെ ഇരിക്കണം. എന്നിട്ട് എല്ലാം കൂടെ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് എല്ലാം കൂടെ നല്ലതുപോലെ കുഴച്ചെടുക്കണം. നല്ല പത്തിരിക്ക് കുഴക്കണ പോലെ അത്രയും നല്ല സോഫ്റ്റിലൊന്നും കുഴച്ചെടുക്കണ്ട. എന്നാൽ ഈ പൊടിയെല്ലാം കൂടെ ഒരുവിധം ഒന്ന് കുഴച്ച് ഇങ്ങനെ ഉണ്ടയാക്കി വെക്കണം. കുറച്ച് വെള്ളം അവിടെ വെച്ചിട്ടുണ്ട് കൈ മുക്കാനായിട്ട്. പച്ചവെള്ളമാണ്. ആ വെള്ളത്തിൽ കൈ മുക്കി ഭയങ്കര ചൂടുണ്ട്. എന്നിട്ട് അത് കുഴച്ചിട്ട് ഈ അച്ചിലും തട്ടിലൊക്കെ വെച്ചിട്ട് വെളിച്ചെണ്ണ പുരട്ടിയിട്ടുണ്ട്. പെട്ടെന്ന് പോരും. വെളിച്ചെണ്ണ പുരട്ടിയാൽ തട്ടിൽ വെളിച്ചെണ്ണ പുരട്ടണം, അച്ചിലും വെളിച്ചെണ്ണ പുരട്ടണം, ചില്ലിലും ഇത്തിരി വെളിച്ചെണ്ണ പുരട്ടണം. എന്നിട്ട് ഇങ്ങനെ പീച്ച് വയ്ക്കുക. നല്ല സോഫ്റ്റിൽ പെട്ടെന്ന് തന്നെ പീച്ചാൻ പറ്റുന്നുണ്ട്. വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല പീച്ചാനായിട്ട്. ചിലവർ കൈവേദനയൊക്കെ എടുക്കുമെന്ന് പറയും. ഇങ്ങനെ പീച്ചിക്കൊണ്ടിരിക്കുമ്പോൾ കിട്ടാതെ കിട്ടൂല. ഇങ്ങനെ നല്ല ഭയങ്കര മുറുക്കുമായിരിക്കും. ഇതിലിപ്പോൾ അങ്ങനെയൊന്നുമില്ല. നല്ല ഇതിനെ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, നല്ല പെട്ടെന്ന് എല്ലാം വീഴുന്നുണ്ട്. അത്ര സോഫ്റ്റിൽ ഇങ്ങനെ പീച്ചെടുക്കാം. കൈവേദനയൊന്നും ഉണ്ടാവില്ല. ചിലവരത് ഇങ്ങനെ കൈവേദന എടുക്കും, പോരൂല, പീച്ചുമ്പം ഭയങ്കര മുറുക്കോളെന്നൊക്കെ പറയും. ഇതൊരു മുറുക്കുമില്ല, നല്ല പെട്ടെന്ന് തന്നെ പോരും. വെള്ളം കൂടരുത്. വെള്ളം കൂടിക്കഴിഞ്ഞാൽ ഇതാണ് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും പീച്ചെടുക്കാനായിട്ട്. വെള്ളം കറക്റ്റാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ഇടിയപ്പം കിട്ടും. ഞാൻ ആവിയേറ്റാനായിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അതൊരു തട്ട് വേവിച്ച് അടുത്ത തട്ട് വെച്ചേക്കണേണ്. അടുത്ത തട്ട് വെച്ച് മൂടി വെച്ച് വേവിക്കണം. അത് വെന്തത് ഒരു പാത്രത്തിലേക്ക് കൊട്ടണേണ്. ഇങ്ങനെ കൊട്ടുമ്പോൾ തന്നെ അതിൽ നിന്ന് വീഴുന്നുണ്ട്. അതിലൊട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. വെറുതെ ഇങ്ങനെ കൊട്ടിക്കൊടുത്താൽ മതി. അല്ലാതെ ഇങ്ങനെ ഇളക്കിയെടുക്കാനൊന്നും നിൽക്കണ്ട. അത്ര നല്ല സോഫ്റ്റായ പഞ്ഞ പോലത്തെ ഇടിയപ്പമാണ്. ഈ ഇടിയപ്പത്തിന് കറിയൊന്നും ഇല്ലെങ്കിലും വെറുതെ കട്ടൻ ചായയെ കൂടെ കടിച്ച് കഴിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റാണ്. നല്ല പഞ്ഞ് പോലെയാണ് ഇരിക്കുന്നത്. വൈകുന്നേരം വരെ ഇരുന്നാലും ഇതൊരു കല്ല് പോലെ ഒന്നും ഇരിക്കില്ല. നല്ല മയത്തിൽ തന്നെ ഇരിക്കും. ഭയങ്കര ചൂടാണ്. തൊട്ടപ്പോൾ അതാണ് കൈമാറ്റി സ്പൂണിലെടുക്കണത്. കൈ പൊള്ളണുണ്ടായിരുന്നു. അത് ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്ക്. മിക്കവരും പറയാറുണ്ട് ഇടിയപ്പത്തിന് ഉണ്ടാക്കുമ്പോൾ ഭയങ്കര കല്ല് പോലെ ഇരിക്കുന്ന ഇടിയപ്പം ഒരു ഇതില്ല, പീച്ചാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നൊക്കെ. ഇതുപോലെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് പീച്ചെടുക്കാം. വെള്ളം കൂടാനും പാടില്ല, കുറയാനും പാടില്ല. കറക്റ്റ് വെള്ളം തന്നെ ഒഴിക്കണം. പൊടി നല്ലതായിരിക്കണം. ഇതിലൊന്നും ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. നല്ല സോഫ്റ്റായ ഇടിയപ്പം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. കട്ട്ലേറ്റാണ് ഉണ്ടാക്കുന്നത്. 4 ഉരുളക്കിഴങ്ങ് ഉപ്പിട്ട് വേവിച്ചിട്ടുണ്ട്. അത് തൊലിയെല്ലാം കളഞ്ഞിട്ട് അങ്ങനെ പൊടിച്ച് ഇതാക്കി എടുക്കണേണ്. ചിക്കന് ഉപ്പും കുരുമുളകും ഇട്ട് വേവിച്ചതാണ്. അത് നമ്മൾ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ പിച്ചെടുത്താൽ മതി.
അല്ലെങ്കിൽ പിന്നെ മിക്സിയിലിട്ട് ഇതാക്കിയാൽ ആകെ ചതഞ്ഞു പോകും. ഇതാകുമ്പോൾ കടിക്കാനും കിട്ടും. ഇതേപോലെ ഇങ്ങനെ പിച്ച് കൈ കൊണ്ട് തന്നെ പിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കട്ട്ലേറ്റ് തിന്നുമ്പം ഈ ചിക്കനും കടിക്കാൻ കിട്ടും. അതിന് ശേഷം ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഓയിൽ ഒഴിച്ചതിന് ശേഷം 2 സവാള നേരിയതായി അരിഞ്ഞത് ഇട്ടിട്ട് അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഒരു പച്ചമുളകും ഒരു 1/4 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റോടെ ഇട്ടേക്കുന്നത് അതൊന്ന് മിക്സ് ചെയ്യുക. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് വഴണ്ടി കിട്ടും. കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴണ്ട് എടുക്കണ്ട, ഒന്ന് സവാള ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. അല്ലാതെ നല്ലതുപോലെ വഴണ്ട് വരണ്ട. അതിലേക്ക് 1 ടീസ്പൂൺ ചിക്കൻ മസാലയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അത് അതിലേക്ക് തന്നെ പിന്നെ ഒരു ടീസ്പൂണ് പിന്നെ കുരുമുളക് പൊടി ഇച്ചിരി അധികം വേണം. പിന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ടാൽ മതി. ഒരു കളറിന് വേണ്ടിയാണ് കാശ്മീരി മുളക് പൊടി. അത് അധികം എരിവുണ്ടാവില്ല. കുരുമുളക് പൊടി ഇച്ചിരി കൂടുതൽ ഇടണം. എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വേണം പിന്നെ ചിക്കൻ ഇട്ട് കൊടുക്കാൻ. ചിക്കന് ഉപ്പും കുരുമുളകും ഇട്ട് പിച്ച് വെച്ചേക്കണേണ്. അത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്യണം. എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഈ ഉരുളക്കിഴങ്ങ് അവിടെ പുഴുങ്ങി പൊടിച്ച് വെച്ചിട്ടുണ്ടല്ലോ അതിലേക്ക് ഇതുകൊണ്ടുപോയി ഈ മിക്സ് അതിലേക്ക് ഇട്ട് കൊടുക്കണം. അതിലേക്ക് ഇട്ടിട്ട് ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് പിന്നെ ചൂടൊന്ന് കുറയുമ്പം കൈ കൊണ്ട് തന്നെ ഒന്ന് നല്ലോണം കുഴച്ചിട്ട് പിന്നെ ഈ കട്ട്ലേറ്റിൻ്റെ ഷേപ്പിൽ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ പിന്നെ ഷേപ്പ് എടുക്കാം. കട്ട്ലേറ്റിൻ്റെ ഷേപ്പിൽ തന്നെ എല്ലാം ഷേപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് പിന്നെ 2 മുട്ട എടുത്ത് പിന്നെ അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ടിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ബ്രെഡ് ക്രംസ് കൊടുത്തിട്ടുണ്ട്. അത് മുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിലിട്ട് അതിലേക്കും അത് മുക്കിയെടുക്കുക. അങ്ങനെ എല്ലാം അങ്ങനെ തന്നെ ചെയ്യണം. എന്നിട്ട് പിന്നെ വറുത്തെടുക്കാം. അങ്ങനെ എല്ലാം ചെയ്തതിന് ശേഷം പിന്നെ ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിൽ കുറച്ച് ഓയിൽ ഒഴിച്ച്, അപ്പോൾ എണ്ണ അധികം കുടിക്കില്ല ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിൽ എടുത്താൽ. അപ്പോൾ അതിലാണ് ഞാൻ വറുത്തെടുക്കണത്. എന്നിട്ട് എല്ലാം കുറച്ച് ഇട്ട് കൊടുത്തിട്ട് ഫ്ലെയിം കുറച്ച് വെക്കണം, കൂട്ടി വെക്കരുത് അധികം. അത് മറിച്ചിട്ട് പിന്നെ അത് അങ്ങനെ തിരിച്ചും മറിച്ചിട്ട് എല്ലാം ഉണ്ടാക്കുക. ഇങ്ങനെ തന്നെ എല്ലാവർക്കും കട്ട്ലേറ്റൊക്കെ ഉണ്ടാക്കാൻ അറിയാം, എന്നാലും ഞാൻ പറയണതാണ്. അങ്ങനെ എല്ലാം വറുത്തെടുക്കണതാണ്. പിന്നെ അധികം സാധനങ്ങളൊന്നുമില്ല. വെള്ളയപ്പം, കട്ട്ലേറ്റ്, സമൂസയൊക്കെ ഉള്ളൂ. പിന്നെ ഇതൊക്കെ ഫ്രൂട്ട്സ്, ജ്യൂസ്, ഇതൊക്കെ ചായയൊക്കെയാണ് കട്ട്ലേറ്റിൻ്റെ. പിന്നെ സമൂസയുടെ കട്ട്ലേറ്റും സമൂസയും വെള്ളയപ്പത്തിൻ്റെ ഉള്ളിൽ വെച്ച് വേണം കട്ട്ലേറ്റ് കഴിക്കാൻ. നല്ല ടേസ്റ്റായിരിക്കും കട്ട്ലേറ്റിന് അങ്ങനെ കഴിക്കുമ്പോൾ. പിന്നെ അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ.